Assalamualaikum guys, welcome back to my channel. അമ്മക്ക് നിന്ന് പുറത്തു പോയാലോ? പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. This is Aishwarya TJ and I call her Aishu. ഇവക്കൊരു പ്രത്യേകത ഉണ്ട്. She always finds a reason to celebrate. അതായത് ബർത്ത്ഡേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കാര്യം മതി ഇവക്കത് അപ്പം തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. ഞാനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും അത് മുൻകൈയെടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇവൾ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഇവളടുത്ത് ഈ കടയിൽ നിന്ന് പുട്ടും ചിക്കനും വാങ്ങിച്ചിരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറേ ദിവസമായെങ്കിലും ഇവളത് മറന്നിട്ടില്ല. ഇവളുടെ വേറൊരു പ്രശ്നം അതാണ്, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും അത് മറക്കൂല. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോവാണല്ലോ, അതുകൊണ്ട് ഇന്ന് എന്നെ കയ്യോട് പിടിച്ചതാണ് ഇവൾ. വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇവക്കത് നല്ല ഇഷ്ടമായി. ഇവളുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങണ വരെയുള്ള ഇൻട്രസ്റ്റേ ഉള്ളൂ. വാങ്ങിക്കഴിഞ്ഞാൽ അത് മുഴുവനാക്കാൻ ഇച്ചിരി പാടാണ്. അപ്പൊ പിന്നെ ഓളുടെ വിശപ്പ് പോകും, ഓളുടെ വയറിൽ സ്പേസ് ഉണ്ടാവില്ല, അങ്ങനെ കുറേ കാരണങ്ങൾ ഉണ്ടാകും. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഫുള്ളാക്കി. ഞാൻ ഇവളും ഫ്രണ്ട്സ് ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ ഓളുടെ ലുക്ക് തന്നെയാണ്. എവിടെയോ ഇത്തിരി ഒരു ജാടുള്ള പോലെയല്ലേ. പക്ഷേ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണല്ലോ. ഈ പുട്ട് കഴിക്കാൻ സ്പേസ് ഇല്ലാതിരുന്ന ഓളുടെ വയറിൽ ഷേക്ക് കുടിക്കാൻ എവിടുന്ന് സ്പേസ് വന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് ഷുഗർ കട്ടാന്ന് പറഞ്ഞിട്ട് പോലും ഷുഗർ ഇടാതെ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് എന്നെ എങ്ങോട്ട് കയറ്റിയത്. പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തതൊന്നും കിട്ടിയത് വേറൊന്നും. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഓൾഡ് മുഖത്ത് കാണുന്നത്. കിട്ടിയത് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ആയിരുന്നു, പക്ഷേ അതിന് വെറും പീനട്ടിന്റെ ടേസ്റ്റ് ആയിരുന്നു. ഞാനിത് മുന്നേ കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതിന്റെ റിയൽ ടേസ്റ്റ് ഇതാണോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അക്കോർഡിംഗ് ടു ഹെർ ഇതല്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഞാൻ എപ്പോഴും ഫ്രൂട്ട്സ് വാങ്ങുന്ന ഒരു കടയാണ് ഇത്. ഇവിടെ നിറയെ ഫ്രൂട്ട്സ് ഉണ്ടാകും, നല്ല ക്വാളിറ്റി ആയിരിക്കും. അങ്ങനെ ഓൾ അവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും കുറേ നേരമായി. ഞങ്ങൾ രണ്ടും പെട്ടെന്ന് തന്നെ തിരിച്ചു. ഞങ്ങൾ രണ്ടാളും വേറെ ഹോസ്റ്റലിലാണ്. അതുകൊണ്ട് ആദ്യം ഞാൻ ഓളെ ഡ്രോപ്പ് ചെയ്തു. ഇറക്കി വിട്ടപ്പോൾ ഓൾ ആ കവർ എൻ്റെ കയ്യിൽ തന്നു. സത്യത്തിൽ ആ ഫ്രൂട്ട്സ് ഒക്കെ ഓൾ എനിക്ക് വാങ്ങിയതേനും. അങ്ങനെ അതും വാങ്ങിയിട്ട് ഞാൻ ഹോസ്റ്റലിലെത്തി. നല്ല ടയേർഡാണ്. എന്നത്രയൊക്കെ തന്നെയുള്ളൂ. ദിസ് ഇസ് യുവർ അൽസ സൈനിങ് ഓഫ്.